കിട്ടിപ്പോയി, ഒരു മൈക്ക് കിട്ടിപ്പോയി, ഇനി പിടിച്ചാ കിട്ടൂല. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകണേ എന്ന്. കണക്കിന് മൊട്ടയായിരുന്നെങ്കിലും ഇംഗ്ലീഷിന് ചേച്ചിക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന വാചകം ആര്യ ചേച്ചി ഇന്നലെ പഠിച്ചതാണ്. ഇതിനു മുമ്പ് ഇതൊരു ഡേർട്ടി ബിസിനസ് ആണെന്ന് ചേച്ചിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് മുൻ MLA-യുടെയും സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെയും ഒക്കെ മക്കൾ ഉൾപ്പെടെ ലഹരി കേസിൽ അന്ന് പിടിക്കപ്പെട്ടപ്പോൾ ചേച്ചി ഈ ഡയലോഗ് പറയാതിരുന്നത്. അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും പറഞ്ഞേനെ കേട്ടോ. ഒന്നുമില്ലെങ്കിലും പിണറായി വിജയന്റെ ചെവിയിലെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞു കൊടുത്തേനെ. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളം ലഹരിയുടെ ഹബ്ബായി മാറിയത് ആര് നിമിത്തം എന്നുകൂടി പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കാമായിരുന്നു ചേച്ചി. കുറച്ചുകൂടി കയ്യടി കിട്ടിയേനെ. എങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ കാണിച്ച ഈ മനസ്സ് അതൊരു 2-3 മാസം മുൻപ് പഴയ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ കാണിച്ചിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഒരുപക്ഷെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് പോലും ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു സംശയം വരികയാണ്. അപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആയിരുന്നു അന്ന് പിടിക്കപ്പെട്ടവരൊക്കെ ലഹരി ഉപയോഗിച്ചത് അല്ലേ ആര്യ ചേച്ചി? വളരെ വൈകിയാണെങ്കിലും സത്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെയൊക്കെ വായിന്ന് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. PM ശ്രീ വിഷയത്തിലെ ഈ പുതിയ ഗവൺമെന്റിന്റെ ഇടപെടൽ, ഇവിടെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. PM ശ്രീ വിഷയത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് വാചാലയാകുന്നതിന് മുൻപ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് പറയാനാണ് ചേച്ചിക്ക് കൂടുതൽ യോഗ്യത. നിങ്ങളുടെ സ്വന്തം ആളായിരുന്നല്ലോ ശിവാൻകുട്ടി അണ്ണൻ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കാശ് ഏത് വിധേനയും വാങ്ങിച്ചെടുക്കും, അതിനേത് തന്ത്രവും പയറ്റും എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് തള്ളിയിട്ട് അവസാനം വട്ടി കൊട്ടയിലായപ്പോ നേരെ തിരിഞ്ഞു നിന്ന് കാണിച്ച മാന്യൻ. എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? PM ശ്രീ അറബിക്കടലിൽ. അറബിക്കടൽ അറിയാത്തത് കൊണ്ടാണോ കളയാത്തത് എന്ന സംശയം നമുക്കുണ്ട്. തമാശയാണോ ഉദ്ദേശിച്ചത്? എന്നാ ഞങ്ങൾ ചിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണമെന്നുള്ളവർ ഈ തമാശയൊന്ന് എഴുതിയിട്ടോണം കേട്ടോ. PM ശ്രീ അറബിക്കടലിൽ കളയാത്തത് അറബിക്കടൽ അറിയാത്തത് കൊണ്ടാണോ എന്തോ എന്ന്. ഈ തമാശ കേട്ട് ചിരിച്ച് ചിരിച്ച് കപ്പാൻ ഇവിടെ മണ്ണില്ലാതായി പോയല്ലോ മിത്തപ്പ. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടത്തെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. ജനങ്ങൾ അധികാരം തന്നു വിജയിപ്പിച്ചാൽ അവരോട് നീതി കാണിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം. ഇത് പറയുന്നത് ആരാ? യദു എന്ന പാവപ്പെട്ട ഡ്രൈവറോട് അങ്ങേ അറ്റത്തെ നീതി കാണിച്ച് മാതൃകയായ മുൻ കുഞ്ഞാവ. ഈ പ്രായത്തിൽ മേയറായിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ BJPക്ക് കൊടുക്കാനും എനിക്കറിയാം എന്ന് തെളിയിച്ച മഹതി. PM ശ്രീയുടെ കാര്യത്തിൽ പറഞ്ഞു ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ പണം ലഭിക്കില്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും പറഞ്ഞു, മുൻ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. അങ്ങനെ പറ. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നത്? ഈ കള്ളം പറയാത്ത ചേച്ചി ഹരിശ്ചന്ദ്രന്റെ അനുയായി ആ KSRTC ബസ്സിൽ നാവിയായി പോയ മെമ്മറി കാർഡ് ഇപ്പൊ എവിടെ ഉണ്ടെന്നറിയാവോ? അത് പോട്ടെ. കള്ളം പറയാത്ത ചേച്ചി, കൂരിരുട്ടിൽ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന ചേച്ചി, മുന്നേ പോയ KSRTC ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് യദു കൈകൊണ്ട് കാണിച്ച ഏത് മുദ്രയാണ് കൃത്യമായിട്ട് കണ്ടത്? കള്ളം എന്താണെന്ന് പോലും അറിയാത്ത ചേച്ചി, കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന എത്ര കെട്ടിടങ്ങൾ അനധികൃതമായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? സത്യങ്ങൾ ഇനിയും നിരത്തണോ ചേച്ചി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരളത്തിലെ സർക്കാരും ചേർന്നുകൊണ്ട് ഏറ്റവും അധികം വീട് വെച്ച കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. വെച്ചുകൊടുത്ത വീടുകളുടെ കണക്കും കൊണ്ട് ഇറങ്ങല്ലേ ആര്യ ചേച്ചി. വയനാട്ടിൽ വെച്ചുകൊടുത്ത വീടുകളുടെ അവസ്ഥ എന്തായി? താക്കോലാണല്ലോ പ്രധാനം, അത് മറന്നുപോയി. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുത്ത വീടുകളിൽ പൂർത്തിയാകാതെ ഇപ്പോഴും എത്ര എണ്ണം ബാക്കിയുണ്ട്? പൂർണ്ണമായിട്ടും അർഹതയുണ്ടായിരുന്നിട്ടും ഒരു വീട് ഈ പദ്ധതി പ്രകാരം കിട്ടാതെ പോയ എത്ര പാവങ്ങൾ ഉണ്ടായിരുന്നു? നിങ്ങളുടെയൊക്കെ പോക്കറ്റിലും പേഴ്സിലും ഇരുന്ന കാശെടുത്ത് ജനങ്ങൾക്ക് കൊടുത്തു എന്ന രീതിയിൽ നിങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും മാറി മാറി പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ വീട് കൊടുത്തു, പെൻഷൻ കൊടുത്തു, കിറ്റ് കൊടുത്തു, നന്ദിയില്ലാത്ത ജനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് ഔദാര്യം എന്ന രീതിയിൽ ധാർഷ്ട്യത്തിന്റെ ചുവയിൽ നിങ്ങൾ എറിഞ്ഞു കൊടുത്തപ്പോഴും ആ ചെറിയ തുകകൾക്ക് പിന്നിലും നിങ്ങൾ ഒളിപ്പിച്ച ലക്ഷ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ അധികാരമില്ലാതെ ഒരു മൈക്കിന് മുന്നിൽ നിന്ന് കിട്ടിയ അവസരത്തിൽ തൊള്ള തുറക്കേണ്ടി വന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. വീട് വെക്കുന്നതിന് വേണ്ടി തരണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ, വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു ചാപ്പ കുത്തണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല.
ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടിയ വീടുകളുടെ മുന്നിൽ കുത്തിയിരിക്കുന്നത് ചാപ്പയല്ല, ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി കനിഞ്ഞനുഗ്രഹിച്ച് ദാനം തന്ന ഭവനം എന്ന ആ വീട്ടുകാർ സ്വന്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. നിങ്ങളുടെ പണത്തിന് മുന്നിൽ എന്റെ ജനങ്ങളുടെ അഭിമാനത്തെ പണയം വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ധീരനായ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. കരയിച്ചു കളഞ്ഞല്ലോ ചേച്ചി. ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീര് തുടയ്ക്കാൻ ഒരു ടവല് പോലും കാണുന്നില്ലല്ലോ. എന്തായിരുന്നു ആ ഡയലോഗ്? നിങ്ങളുടെ പണത്തിന് മുൻപിൽ എൻ്റെ ജനതയുടെ അഭിമാനം പണയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ധീരമായി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അങ്ങനെ ധീരനായ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് ഒരു തീരുമാനമെടുത്തു. കേന്ദ്രത്തിന്റെ ഒരു നയാ പൈസ പോലും ഇനി നമ്മുടെ ജനതയ്ക്ക് വേണ്ട. പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള ഭരണകാര്യങ്ങൾക്കെല്ലാം, കേരളത്തിന്റെ ചെലവുകൾക്കെല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം അധ്വാനത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചു വെച്ച പണത്തിൽ നിന്ന് ഒരു പങ്ക് കേരള ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം ചിലവാക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ചിലവാക്കുകയായിരുന്നു. കേരള ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അദ്ദേഹം അധ്വാനിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, വിയർപ്പൊഴുക്കി അധ്വാനിക്കുകയായിരുന്നു. അങ്ങനെ പണിത് കേരളം പണിത് നവകേരളത്തിന്റെ പണിയുടെ വക്കോളം എത്തിയപ്പോൾ മുന്നോട്ട് പണിയാനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. നാട്ടുകാർക്ക് വേണ്ടി ചിലവാക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാശൊന്നും ബാക്കിയില്ലാതെയായി. അങ്ങനെയാണ് നവകേരളം കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ടത്. അതാണ് ആ കഥ. എന്തൊരു ധീരത അല്ലേ, എന്തൊരു ത്യാഗം, എന്തൊരു നന്മ, എന്തൊരു മനുഷ്യൻ. ഓഹോ, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ കേരളം. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞങ്ങൾ അതൊക്കെ ഒന്ന് മറന്നു വരുക, അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുക. ഈ മനുഷ്യരൊക്കെ എത്ര ബുദ്ധിമുട്ടിൽ ജീവിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മതി. പിണറായി വിജയൻ ഇറങ്ങി, VD സതീശൻ കയറി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ചെറുതായിട്ട് ശ്രീ VD സതീശൻ ഒന്ന് ചിരിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ഒരു നിർവൃതിയുണ്ട്. ഇനി എന്തൊക്കെ കൊള്ളരുതായിക മുഖ്യമന്ത്രി ചെയ്താലും കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിലും മനുഷ്യരെ നോക്കി ഒന്ന് ചിരിക്കുന്ന ആളാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ചിന്തിച്ച് ആശ്വസിച്ച ജനതയാണ് ഇവിടെ ഉള്ളത്. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ മുൻ മുഖ്യമന്ത്രി എന്തായിരുന്നു എന്ന്. എന്നിട്ട് ഒരുമാതിരി മഹാബലി നാട് ഭരിച്ചിരുന്ന കാലത്തെ പറ്റി സംസാരിക്കുന്നത് പോലെയാ ഇപ്പോഴും ഞെളിഞ്ഞു നിന്ന് തള്ളുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് പോലും. അരിച്ചേച്ചിയുടെ തിരിച്ചുവരവിനുള്ള ശ്രമമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പതപ്പിക്കുന്നത് എന്തിനാണെന്നും മനസ്സിലായി. പക്ഷെ എത്ര പതപ്പിച്ചാലും ജനങ്ങളുടെ മുന്നിൽ ഒന്നും വെളുക്കാൻ പോകുന്നില്ല. കണ്ടതും കൊണ്ടതും ഒക്കെ ജനങ്ങൾക്കാ. ഞങ്ങൾക്കറിയാം ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതിനെയാണ് അംഗീകരിക്കേണ്ടത്, ഏതിനെയാണ് മാറ്റി നിർത്തേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഒരു പൊടിക്കൊന്ന് അടങ്ങിക്കോ. ഒരു പ്രയോജനവും ഇല്ലാത്ത നാവാട്ടമായത്. പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കണ്ട എന്നുള്ള തീരുമാനമെടുക്കും. സഹകരണത്തിലൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പരസ്പര സഹകരണത്തെക്കുറിച്ചൊന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കരുത് കേട്ടോ. സഹകരിച്ച് എല്ലാവരും കുറെ കൈക്കലാക്കിയല്ലോ. ഇനി മതി. പെൻഷൻ വേണ്ടവർ ബാങ്കിൽ ചെന്നത് വാങ്ങിച്ചോളും. ചേച്ചി വെറുതെ അതോർത്ത് ഖിന്നയാകണ്ട. ജനങ്ങളുടെ അവകാശം അത് ജനങ്ങളിൽ നിന്ന് പതുക്കെ അപ്രതീക്ഷിതമാകുന്നത് നമുക്ക് വളരെ താമസിക്കാതെ കാണാം. പെൻഷൻ പയ്യെ ജനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്നത് നമുക്ക് കാണാമെന്നോ? ഓ, അപ്രത്യക്ഷം എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. എല്ലാവരും ക്ഷമിക്കണേ, മലയാളത്തിൽ ചേച്ചി കുറച്ച് പുറകോട്ടാ. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ തകർത്തേനെ. സതീശൻ സർക്കാർ ഇനി വന്ന് പെൻഷൻ കൊടുക്കാതെ ആകും എന്ന കടന്ന അക്രമത്തിലേക്കൊക്കെയാണ് ചേച്ചി പറഞ്ഞു പോകുന്നത്. കുറേ നാൾ കൂടിയിരുന്ന് മൈക്ക് കിട്ടിയതല്ലേ, ഇപ്പോഴൊന്നും ഇത് നിർത്താനും സാധ്യതയില്ല. ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ എങ്ങനെയാണ് കേട്ട് സഹിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. ബാക്കി പറഞ്ഞിട്ട് സൗകര്യം പോലെ ചേച്ചി പോട്ടെ.